പ്രിയപ്പെട്ട പെലെ, നിങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ പാലിക്കുന്നത്. ആ കിരീടവും ചെങ്കോലും ഇപ്പോഴും നിങ്ങളുടേത് തന്നെയാണ്. കാരണം നിങ്ങൾ അനശ്വരനാണ്. ലോകമെമ്പാടുമുള്ള പ്രതിഭകൾ പ്രതിനിധീകരിച്ചിട്ടുള്ള 10ാം നമ്പർ എന്ന വിശുദ്ധമായ ജേഴ്സി അണിയുന്നത് വലിയ ബഹുമതിയാണ്. കിങ്, നിങ്ങളുടെ ലെഗസി തുടരുന്നതിനായി എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു. ഞാൻ പോയെന്നിരിക്കാം, പക്ഷെ തിരിച്ചെത്തിയിരിക്കും എന്ന് ഞാൻ തന്ന വാക്ക് ഓർമ്മയില്ലേ? അതെ, ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ദ പ്രിൻസ് ഈസ് ബാക്ക്. ഒരിക്കലും രാജാവാകാത്ത രാജകുമാരൻ, ലോകം വെട്ടിപ്പിടിക്കാനാകാതെ എല്ലാത്തിനും ഒടുവിൽ തൻ്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചെത്തിയ രാജകുമാരൻ. സൗദിയിലെ അൽ ഹിലാലിലെ 1.5 വർഷത്തെ വാസത്തിനു ശേഷം അയാൾ തൻ്റെ ആദ്യ തട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ദ പ്രിൻസ് ഹു നെവർ ബിക്കെയിം കിങ്. കാൽപന്തിൻ്റെ ചരിത്രത്തിൽ നെയ്മർ എന്ന അധ്യായത്തെ വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കാം? ഇന്ന് ആ മനുഷ്യൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ നെയ്മർ ജൂനിയർ. കിരീടങ്ങളൊന്നും വെട്ടിപ്പിടിക്കാനായില്ലെങ്കിലും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉയിർത്തെഴുന്നേൽപ്പിന്റെയും പ്രതീക്ഷയുടെയും പര്യായമാവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെലെ അടക്കമുള്ള ബ്രസീലിയൻ ഇതിഹാസങ്ങൾ പയറ്റി തെളിഞ്ഞ സാന്റോസ് ക്ലബിലേക്കുള്ള അന്നത്തെ അത്ഭുത ബാലന്റെ ഇന്നത്തെ തിരിച്ചുവരവ് ബ്രസീലിലെ തെരുവോരങ്ങൾ ആഘോഷിക്കുമ്പോൾ ആരാധകരുടെ മനസ്സിൽ നെയ്മർ എന്ന അസാമാന്യ പ്രതിഭയുടെ സ്ഥാനം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് തന്നെയാണ് തെളിയുന്നത്. 2025 ഫെബ്രുവരി 1 സാന്റോസിലെ വില ബെൽമിറോ സ്റ്റേഡിയത്തിൽ അയാൾ വിമാനമിറങ്ങുമ്പോൾ തന്നെ താനാക്കിയ ക്ലബിലെ ഓരോ നിമിഷവും നെയ്മറുടെ കൺമുന്നിലൂടെ മിന്നിമറഞ്ഞു പോയിരിക്കണം. ദ പ്രിൻസ് ഈസ് ബാക്ക് എന്ന് ആലേഖനം ചെയ്ത ഇലക്ട്രോണിക് ബോർഡുകൾ പതിപ്പിച്ച സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന 10,000-കണക്കിന് ആരാധകരുടെ മുന്നിലൂടെ നെയ്മർ വേദിയിലേക്ക് നടന്നു നീങ്ങിയത് നിറകണ്ണുകളോടെയായിരുന്നു. വില ബെൽമിറോയിലെ ഓരോ നിമിഷത്തിലും ആ 17-കാരൻ്റെ സ്വപ്നവും വേഗവും ചടുലതയും നെയ്മർ ആവാഹിച്ചിരിക്കണം. അതിലൂടെ അയാൾ ജീവിച്ചിരിക്കണം. ഒരിക്കലും ഉണരാൻ ആഗ്രഹിക്കാത്ത സ്വപ്നത്തിലൂടെയാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നാണ് നെയ്മർ സാന്റോസിലേക്കുള്ള തിരിച്ചുവരവിനെ വിശേഷിപ്പിച്ചത്. പഴയ നെയ്മർ തിരിച്ചു വരുമെന്ന സൂചനയെന്നോണം സാന്റോസിലെ ഐക്കോണിക് മൊമെന്റുകളും സെലിബ്രേഷനുകളും അയാൾ ലോകത്തിനു മുന്നിൽ പുനരാവിഷ്കരിക്കുകയും ചെയ്തു. 2003 സാന്റോസ് അക്കാദമിയിലാണ് നെയ്മറിന്റെ ഫുട്ബോൾ ജീവിതത്തിന് തുടക്കമാകുന്നത്. 2009 തന്റെ 17ാം വയസ്സിൽ സാന്റോസിന്റെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. സാക്ഷാൽ പെലെ അടക്കം പന്ത് തട്ടിയിട്ടുള്ള സാന്റോസിന് വേണ്ടി 225 മത്സരങ്ങളിൽ നിന്ന് 138 ഗോളുകളാണ് നെയ്മറിന്റെ മാജിക്കൽ ബൂട്ടിൽ നിന്ന് പിറന്നത്. സാന്റോസിൽ നിന്ന് പിന്നീട് ബാഴ്സലോണയിലേക്ക് ചേക്കേറി 12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ബ്രസീലിയൻ ക്ലബിലേക്ക് മടങ്ങിയെത്തുന്നത്. സൗദി ക്ലബായ അൽ ഹിലാലിലും ഇടക്കാലത്ത് പരിക്ക് നെയ്മറുടെ കരിയറിലെ വേഗതയിൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഗുരുതരമായ ACL ഇഞ്ചുറി ഉൾപ്പെടെ 17 മാസത്തിനുള്ളിൽ വെറും 7 മത്സരങ്ങളിൽ മാത്രമാണ് നെയ്മറിന് അൽ ഹിലാലിന്റെ നീല കുപ്പായം അണിയാൻ സാധിച്ചത്. താരവുമായുള്ള കരാർ അവസാനിപ്പിക്കാൻ സൗദി ക്ലബ്ബ് നിർബന്ധിതരാവുകയും ചെയ്തു. പിന്നാലെ സൗദി വിട്ട് ജന്മനാട്ടിലേക്ക്. എവിടെ നിന്നാണോ എല്ലാം തുടങ്ങിയത് അവിടെ തന്നെ വീണ്ടും തുടങ്ങുന്നത് പോലെ സാന്റോസിലെ ആ അത്ഭുത ബാലൻ ഇന്ന് തന്റെ 33ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. കരിയറിലെ പുതിയ അധ്യായത്തിന് ബ്രസീലിൽ വീണ്ടും തുടക്കം കുറിക്കുമ്പോൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും പാലിക്കാൻ ബാക്കിയുള്ള ഒരുപാട് വാക്കുകളും നെയ്മറിനായി കാത്തിരിക്കുന്നുണ്ട്.